Hi guys, welcome back. So date October 28 ആൻഡ് ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഷാർപ്പ് സെല്ലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തി. ദെൻ ഈ ഒരു ഹൈ ലെവലിൽ ഏകദേശം ഒരു 3 തവണ ടെസ്റ്റ് ചെയ്തതായിട്ട് കാണാം. ആൻഡ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ബ്രേക്ക്ഔട്ട് നടത്തി. അതൊരു ഫാസ്റ്റ് ബ്രേക്ക്ഔട്ട് ആയിരുന്നു. പിന്നീട് ഒരു ഷാർപ്പ് സെല്ലിംഗ് കാണാൻ വേണ്ടി പറ്റും. 58,000 ലെവൽ താഴെയാണ്. അപ്പോൾ ഈ ഒരു കറണ്ട് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സെല്ലേഴ്സ് അഗ്രസീവ്ലി സ്ട്രോങ് കാണിക്കുന്നുണ്ട്. സോ അപ്പം ആ ഒരു ഡയറക്ഷനിൽ തന്നെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ, കാരണം കണ്ടിന്യൂസ്ലി താഴോട്ടാണ് വന്നിരിക്കുന്നത്. മേ ബി ഒരു പുൾ ബാക്ക് സംതിങ് ഒക്കെ വരാം. റൈറ്റ്, ആ ഒരു പുൾ ബാക്ക് കിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നൽ തരുന്ന സമയത്ത് ഒരു ട്രേഡ് എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓടിക്കയറി എടുക്കുന്നതിനെക്കാട്ടും നല്ലതാണ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തെടുക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പ്രീമിയം നോക്കുകയാണെങ്കിൽ ഓൾറെഡി 70 ഉള്ള പ്രീമിയം ഏകദേശം 230 ഒക്കെയാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ട്രേഡ് എടുക്കാം എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റി ഏകദേശം ഈ ഒരു സിംഗിൾ ഓയിൽ ഒരു പുൾ ബാക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. സോ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്യുവാണ്. സോ റെഗുലർ ക്വാണ്ടിറ്റി 140. സോ ഞാനിവിടെ ട്രേഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ഇൻട്രാഡേ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നൊരു സ്ട്രോങ് സെല്ലിംഗ് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഫാസ്റ്റ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെല്ലേഴ്സ് സ്ട്രോങ് ആയിരിക്കും. പല ആൾക്കാരും 58,000 ലെവൽ വരെയൊക്കെ മേ ബി വെയിറ്റ് ചെയ്തിരിക്കാൻ പുൾ ബാക്ക്. ബട്ട് ആ ഒരു സിംഗിൾ ഓയിൽ വന്ന സമയത്ത് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യും അപ്പോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് പോകാനുള്ള സാധ്യതയാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സോ, ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് സമയമായി. ഏകദേശം ഇവിടെ നിന്നാണ് എൻട്രി എടുത്തിരുന്നത്. പിന്നീട് മാർക്കറ്റ് താഴോട്ട് വന്നു. പിന്നെ അഗെയിൻ ആ ഒരു എൻട്രി എടുത്ത ലൊക്കേഷൻ തന്നെയാണ് ഇപ്പം ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊസിഷൻ നോക്കുകയാണെങ്കിൽ പ്രീമിയത്തിൽ അത്യാവശ്യം നല്ല DK വന്നിട്ടുണ്ട്. 30.45 ലോസിന് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി ഇപ്പോൾ ആ ഒരു സിംഗിൾ ലോവിൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. ഇവിടെ നിന്ന് ഒന്നും കൂടി റെസിസ്റ്റൻസ് എടുത്തും വീണ്ടും താഴോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒരു തവണ ചാൻസ് തന്നാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി, പക്ഷേ ആ പ്രീമിയത്തിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഇനി വീണ്ടും താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് ഇവിടുന്ന് റിവേഴ്സിലാണ് പോകുന്നതെങ്കിൽ അക്കോർഡിംഗ് ടു എൻ്റെ ഒരു റിസ്ക് ലിമിറ്റ് അനുസരിച്ചിട്ട് ലോസ് ബുക്ക് ചെയ്യാൻ പ്ലാനാണ്. സോ എന്തായാലും വെയിറ്റ് ചെയ്യുവാണ്. സോ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ സോ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മൂവ്മെൻ്റ് ഒന്നുമില്ല. എൻട്രി എടുത്ത പൊസിഷൻ ലൊക്കേഷനിൽ നിന്ന് താഴെ തന്നെയാണ് ട്രേഡ് നടക്കുന്നതെങ്കിലും പൊസിഷനിൽ അത്യാവശ്യം ലോസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിയർലി ഒരു 50-60 പോയിൻ്റ് അടുത്ത് ലോസ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. അപ്പോൾ ഇനി കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ടൈം ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, കാരണം ആ ഒരു സ്ട്രക്ചറിൽ കോൺഫിഡൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ട്രോങ് സെല്ലിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിട്ടുണ്ടായിരുന്നത് ഇൻട്രാഡേയിൽ. ബട്ട് ഇവിടെ മാർക്കറ്റ് ചെയ്തത് ഒരു ടൈം ട്രാപ്പാണ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ തന്നെ ട്രേഡ് നടന്നുകൊണ്ടിരുന്നു. സോ പ്രീമിയത്തിൽ അത്യാവശ്യം നല്ല മെൽറ്റിംഗ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ഇനി അധികം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. സോ ഞാൻ എൻ്റെ ലോസ് ഇവിടെ ബുക്ക് ചെയ്യുവാണ്. നിയർലി ഒരു 55 പോയിന്റ് സംതിങ്. ഓക്കെ, സോ കഴിഞ്ഞ ദിവസം നഷ്ടമായിരുന്നു, ഇന്ന് നഷ്ടമാണ്. സോ ഇതൊക്കെ പാർട്ട് ഓഫ് ദി ബിസിനസ് ആണ്. ലോസ് വരുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി എടുക്കാതെ ജസ്റ്റ് ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കുക, അത് മാത്രം ചെയ്താൽ മതി. ലോസ് എത്ര വലിയ ട്രേഡർ ആണെങ്കിലും ലോസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ, താങ്ക് യു.